السلام عليكم ورحمة الله. كيف حالكم وش أخباركم عساكم طيبين. مرحبا بكم إلى فيديو جديد. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ മുമ്പത്തെ വീഡിയോ ചെയ്തതുപോലെ തന്നെ പല ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. അപ്പോൾ ആ സംശയങ്ങൾ ഒന്നും ബാക്കി വെക്കാതെ എല്ലാത്തിനും കൃത്യമായി മറുപടി കൊടുക്കണം എന്നൊരു വാശി എനിക്കുള്ളത് കൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ പരമാവധി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി ഇനിയും നമുക്ക് സമയ ദൈർഘ്യം കൊണ്ട് മറുപടി പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു വീഡിയോയിലൂടെ വീണ്ടും അത് തുടർന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ആദ്യത്തെ നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവിടേക്ക് പോകണം അല്ലെങ്കിൽ എനിക്ക് അവിടേക്ക് വരണം, ഇതെങ്ങനെയാണ് പറയാം? നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ വാണ്ട് ടു ഗോ ദെയർ അല്ലെങ്കിൽ ഐ വാണ്ട് ടു കം ദെയർ, ഇത് എങ്ങനെയാണ് പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഐ വാണ്ട് ടു, ഇപ്പോൾ എനിക്ക് പോകണം എന്നുള്ളത് നമ്മൾ മലയാളത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ വാണ്ട് ടു എന്ന് ചേർത്തിട്ടാണ് പറയാം. അല്ല അറബിയിൽ പറയുമ്പോൾ അബ്ഗ എന്നാണ് ഉപയോഗിക്കുക. അബ്ഗ എന്ന വാക്കാണ് അതിനുവേണ്ടി ഉപയോഗിക്കുക. അബ്ഗ എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ടു, അതായത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ അബ്ഗ എന്നുള്ളത് നമ്മൾ സംസാരത്തിൽ കൂടുതൽ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ അറബികളല്ലാത്ത ആളുകൾ ശ്രദ്ധിച്ചാൽ കാണാം ഏയ് ഷബുക എന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാണാം. അപ്പോൾ അവരതിന് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ താങ്കൾക്ക് എന്താ വേണ്ടത് എന്ന ചോദ്യത്തിന് ഏയ് ഷബുക എന്നാ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാത്തിനും അബ്ഗ എന്ന വാക്ക്, അപ്പോൾ അത് തെറ്റാണ്. അബ്ഗ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഞാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന രൂപത്തിൽ, അത് ഐ വാണ്ട് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. അപ്പോൾ അബ്ഗ എന്താണ്? പോകാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പോവുക എന്നുള്ളതിനെ നിങ്ങൾ മറന്നിട്ടില്ലാന്ന് വിചാരിക്കുന്നു. റാഹ എന്നാണ് പോയി എന്നുള്ളതിന്. ഓക്കെ, യറൂഹ് എന്ന് പറഞ്ഞാൽ പോകുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ റാഹ എന്ന് പറഞ്ഞാൽ ശരിക്കും അവൻ പോയി എന്നാണ്, യറൂഹ് അവൻ പോകുന്നു. അപ്പോൾ ഞാൻ പോയി എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? റുഹ്ത് എന്നാണ് പറയാം. റുഹ്ത് എന്ന വാക്ക് അതിൻ്റെ കൂടെ അന ചേർത്ത് കഴിഞ്ഞാൽ അന റുഹ്ത് എന്നായി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേണ്ടത് പോകുന്നു എന്നതാണ്. അപ്പോൾ ഞാൻ പോകുന്നു എന്നുള്ളതിന് അറൂഹ് എന്നാണ് പറയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ 3-4 വീഡിയോകളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അബ്ഗ. ഇനി ഞാൻ പോകുന്നു എന്നുള്ളതിന് അറൂഹ്. അബ്ഗ അറൂഹ്. അവിടേക്ക് എന്നുള്ളതിന് എന്താണ്? ഹിനാഖ് എന്നാണ് പറയാം. ഓക്കെ, ഹിന, അബ്ഗ അറൂഹ് ഹിനാഖ്. ഇത് ഒരുമിച്ച് പറയുമ്പോൾ എങ്ങനെയാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ഗ റൂഹ് എന്നാണ് നമ്മൾ കേൾക്കുക. അബ്ഗ അറൂഹ് എന്നാണ്. പക്ഷേ അത് സംസാരത്തിലേക്ക് വരുമ്പോൾ എന്താണ്? ആ ഒരു സ്പീഡിൽ നമ്മൾ പറയുമ്പോൾ അബ്ഗ റൂഹ് എന്നാണ് പറയുക. അബ്ഗ റൂഹ് ഹിനാഖ്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോൾ എന്താണ്? ഒറ്റ ഒരു സെൻറ്റൻസ് പോലെ ആകും. അതായത് അബ്ഗ റൂഹ് ഹിനാഖ് എന്നാണ് പറയുക. ഇങ്ങനെയാണ് നമ്മൾ കേൾക്കുക, അവർ പറയുന്നത് കേൾക്കുക ഇങ്ങനെയാണ്, അബ്ഗ റൂഹ് ഹിനാഖ്. ഓക്കെ, അബ്ഗ റൂഹ് ഹിനാഖ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അബ്ഗ അറൂഹ് ഹിനാഖ് എന്നതാണ്. അത് ഒരുമിച്ച് പറയുമ്പോൾ എന്താവും? അബ്ഗ റൂഹ് ഹിനാഖ് എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ പോകണം എന്നർത്ഥമാണ് അവിടെ കിട്ടുക. അപ്പോൾ അബ്ഗ റൂഹ് ഹിനാഖ്. ശരി, ഇനി എനിക്ക് അവിടേക്ക് വരണം എന്നെങ്ങനെ പറയും? നമുക്കപ്പോൾ ഇവിടെയാണ് മാറ്റേണ്ടത് അല്ലേ? അബ്ഗ എന്നുള്ളത് അങ്ങനെ തന്നെയാണ് വേണ്ടത്, അബ്ഗ. ഇനി വന്നു എന്നുള്ളതിന് നമ്മൾ പഠിച്ച വാക്ക് ജാ എന്നാണ്. ജാ. ഓക്കെ, ജാ എന്നാണ്. അത് സംസാരത്തിലേക്ക് വരുമ്പോൾ ജാ എന്നാണ് കേൾക്കുള്ളൂ. കാരണം ജാ എന്നുള്ളത് അവർ ജാ എന്ന ഒരു രീതിയിലാണ് പറയുക. എന്നാണ് അവസാനം വരിക. അപ്പോൾ എന്നുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല. അപ്പോൾ ജാ എന്നാണ് പറയുക. ജാ എന്ന് പറഞ്ഞാൽ വന്നു, അതായത് അവൻ വന്നു. ഓക്കെ, യജി എന്ന് പറഞ്ഞാൽ ഒരു ഇവിടെ ഉണ്ട്. ഓക്കെ, യജി എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. ഓക്കെ, ഇനി വന്നു, അതായത് ഞാൻ വന്നു എന്ന് ഉപയോഗിക്കാൻ ജീത്ത്, മുമ്പിൽ ഒരു അന ചേർത്ത് കൊടുക്കും. അന ജീത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വന്നു. ഞാൻ വരുന്നു എന്നുള്ള അർത്ഥത്തിൽ എന്താണ്? അജീ എന്നാണ് പറയുക.
അജി, അവിടെയും ഒരു സൈലൻ്റ് ആയിട്ട് ഉണ്ടാകും, അജി. ഓക്കെ, അജി. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കി, എന്താണ്, ഏത് വാക്കാണ്? ഈ വാക്കാണ് നമുക്കിവിടെ വേണ്ടത്, അബഗ. അബഗ അജി എന്നുള്ള വാക്ക്. ഓക്കെ, അബഗ അജി. അബഗ അജി ഹിനാഖ് എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് അബഗ റൂ ഹിനാഖ് എന്ന് പറഞ്ഞ പോലെ ഇത് ഒറ്റ ഒരു സ്ട്രോക്കിൽ പറയുമ്പോൾ എങ്ങനെ വരും? അബഗ അബഗാജി ഹിനാഖ്, അബഗാജി ഹിനാഖ്. ഈജി അല്ല, ഈജി എന്നത് വിടുക, ഈജി അല്ല, അബഗാജി ഹിനാഖ്. ഓക്കെ, അപ്പോൾ അബഗ അജി ഹിനാഖ് എന്താവും? അബഗാജി ഹിനാഖ് എന്നാവും. എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ടു കം ദേർ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. എനിക്ക് അവിടെ വരാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അവിടെ വരണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് അവിടെ പോകണം, എനിക്ക് അവിടെ വരണം എന്ന് നമ്മൾ അറബിയിൽ പറയുക. ഇനി നിനക്ക് അവിടെ പോകണോ എന്ന് ചോദിക്കുമല്ലോ, നിനക്ക് പിന്നെ അവിടേക്ക് പോകണോ എന്ന് നമ്മൾ ചോദിക്കും. ഡു യു വാണ്ട് ടു ഗോ ദെയർ? നിനക്ക് അവിടെ പോകണം, നീ അവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന്. അതെങ്ങനെയാണ്? അപ്പോൾ ഒരു ചോദ്യ രൂപത്തിലാണ് അത് വരിക. ഓക്കെ, അപ്പോൾ ചോദ്യ രൂപത്തിൽ, അപ്പോൾ നിനക്ക് എന്നാണ് അവിടെ. ഓക്കെ, ഡു യു വാണ്ട്, നീ പോകുന്നുണ്ടോ എന്നുള്ളതിന്. അപ്പോൾ നേരത്തെ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിന്, ഞാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിന് അബഗ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിച്ചത്, അല്ലേ? അബഗ. ഇവിടെ നീ എന്ന് പറയുമ്പോൾ ഈ ആ എന്നത് മാറിയിട്ട് തായാവും. ഇപ്പം എന്തായി? തബഗ. തബഗ എന്നായി, തബഗ. ഓക്കെ, തബഗ, നീ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തിനാണ്? നീ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പോൾ വീണ്ടും നമ്മൾ ആ റാഹയിലേക്ക് പോകാം. റാഹ പോയി, യറൂഹ് അല്ലേ, പിന്നെ പോകുന്നു, അതായത് അവൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നീ പോകുന്നു എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് തറൂഹ് എന്ന വാക്കാണ്. തറൂഹ്, അവൾ പോകുന്നു എന്നുള്ളതിനും നീ പോകുന്നു എന്നുള്ളതിനും തറൂഹ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അതിന് മുമ്പിൽ നമ്മൾ ഇൻത് എന്ന് ഉപയോഗിച്ചാൽ നീ പോകുന്നു എന്നുള്ളതായി. ഓക്കെ, ഇല്ലെങ്കിൽ ഹിയ എന്ന് ഉദ്ദേശിച്ച് പറയാമെന്നുണ്ടെങ്കിൽ അവൾ എന്നർത്ഥം കിട്ടി. ഓക്കെ, അപ്പോൾ തബഗ നീ ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തബഗ, അപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ പിന്നെ നമുക്കൊരു ഇൻത അവിടെ ചേർത്ത് കൊടുക്കണമെന്നില്ല. എന്താണ്? തബഗ തറൂഹ്, തബഗ തറൂഹ്, അവിടേക്ക് എന്നുള്ള ഏതാ വാക്ക്? ഹിനാഖ് എന്നാണ്. ഓക്കെ, അപ്പോൾ തബഗ തറൂഹ് ഹിനാഖ് എന്നാണ് പറയാം. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ ഒരു സ്ട്രോക്കിൽ പറയാമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും? തബഗ തറൂഹ് ഹിനാഖ്. ഇങ്ങനെയാണ് അവർ പറയുന്നതായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കേൾക്കുക. തബഗ തറൂഹ് ഹിനാഖ്. ഓക്കെ, തറൂഹ് എന്നുള്ളത് അതുപോലെ എന്ത് ചെയ്യും, അത് കേൾക്കുമ്പോൾ ചെറൂഹ് എന്താണ് പറയുക? ചെറൂഹ്, ആ താ എന്നുള്ളത് ത് എന്നൊരു സൗണ്ടിലേക്ക് കേൾക്കും. ഓക്കെ, ഇനി ഈ രൂപത്തിൽ പറഞ്ഞില്ല എങ്കിലും തബഗ തറൂഹ് ഹിനാഖ് എന്ന് പറഞ്ഞാലും അത് ക്ലിയർ ആണ്. ഓക്കെ, അവർക്കത് മനസ്സിലാകും. അവർ പറയുന്ന ഒരു ശൈലി പറഞ്ഞെന്നുള്ളൂ. തബഗ തറൂഹ് ഹിനാഖ്, തബഗ തറൂഹ് ഹിനാഖ്, നീ ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തബഗ തറൂഹ് ഹിനാഖ്, തബഗ തറൂഹ് ഹിനാഖ്, ഇങ്ങനെ പറഞ്ഞാലും നീ എവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡു യു വാണ്ട് ഗോ ദേർ എന്ന് പറയുക. ഓക്കെ, ഇനി നീ ഇവിടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുണ്ടല്ലോ. ഡു യു വാണ്ട് കം ഹിയർ, ഡു യു വാണ്ട് കം ഹിയർ. ഓക്കെ, നീ ഇവിടേക്ക് ഡു യു വാണ്ട് ടു കം ഹിയർ എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വരുന്നു എന്നുള്ളതിന് ഞാൻ വരുന്നു എന്നുള്ളതിന് നമ്മൾ അജി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചില്ലേ? അജി എന്നുള്ളൊരു വാക്ക്. അപ്പോൾ നീ വരുന്നു എന്നുള്ളതിന് തീജി എന്നാണ് പറയാ. ശരിക്ക് തജി എന്നാണ് ആ വാക്ക് വരിക, തജി. ഓക്കെ, പക്ഷെ ഇവർ ഉപയോഗിച്ച് കാണുന്ന വാക്ക് എന്താണ്? തീജി എന്നാണ്. തീജി, തീജി എന്ന വാക്കാണ്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. തബഗ തീജി ഹിന, തബഗ തീജി ഹിന, തബഗ തീജി ഹിന, നീ ഇവിടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? തബഗ തീജി ഹിന, നീ ഇവിടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഡു യു വാണ്ട് ടു കം ഹിയർ. അപ്പോൾ ഇങ്ങനെയാണ് ഈ സെൻറ്റൻസുകളൊക്കെ നമുക്ക് അറബിയിൽ പറയാൻ കഴിയുക. അപ്പോൾ ഇതൊന്ന് ഒന്നോ രണ്ടോ ആവർത്തി നിങ്ങൾ കേട്ടൊന്ന് പ്രാക്ടീസ് ചെയ്താൽ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ടു ബ്രിങ് ദാറ്റ് ഫോർ യു, നിനക്ക് വേണ്ടി കൊണ്ടുവരാൻ. ഇതെങ്ങനെയാണ് അറബിയിൽ പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനൊരു ഇത് മാത്രം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് അല്ല. അപ്പോൾ നമുക്കിതിനൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആക്കിയിട്ട് നമുക്ക് പറയാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നിനക്ക് വേണ്ടി കൊണ്ടുവരാൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്ത് ചെയ്യാം, ഹി വാണ്ടഡ് ടു ബ്രിങ് ദാറ്റ് ഫോർ യു. അപ്പോൾ അവൻ ഇത് നിനക്ക് വേണ്ടി കൊണ്ടുവരാൻ ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ആഗ്രഹിച്ചു എന്ന് പറയാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഹി വാണ്ടഡ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. ഹി വാണ്ടഡ്. അതിന് നമുക്ക് നേരത്തെ അബുക ചബുക എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ പ്രസൻറ്റ് ടെൻസിലായിരുന്നു. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസിലേക്കാണ് നമുക്ക് ആക്കേണ്ടത്. അതിന് ബഗ എന്നാണ് ആ വാക്ക്. ബഗ എന്ന് പറഞ്ഞാൽ ഹി വാണ്ടഡ് എന്നായി. ഓക്കെ, ഇനി ബ്രിങ് എന്നുള്ളതിന് നമ്മൾ ഒരു വാക്ക് പഠിച്ചിരുന്നു. ഏതാണ്? ജാബ എന്ന വാക്കാണ് പഠിച്ചത്. ഓക്കെ, ജാബ. ഓക്കെ, അപ്പോൾ ജാബ യജീബ്. ജാബ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു, യജീബ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നു. ഇനി ദാറ്റ് എന്നുള്ളതിന് പിന്നെ ദാലിക എന്നാണ് ലിറ്ററൽ അറബിയിൽ ഫുസ്ഹയിൽ പറയാം. ഇതിനെ സംസാരത്തിലേക്ക് ഉപയോഗിക്കുന്നത് ദാക്ക് എന്ന് പറഞ്ഞാൽ മതി. ദാക്ക്. ഓക്കെ, ഇനി ഫോർ യു എന്നുള്ളതിന് ലക്ക് എന്നാണ് പറയാം. ലക്ക്, സിമ്പിളായി ലക്ക്. ഓക്കെ, ഇപ്പോൾ ബഗ, ജാബ, ദാലിക് അല്ലെങ്കിൽ ദാക്ക്, ലക്ക് എന്നുള്ളതാണ്. ഇനി ഇതിനെ നമുക്കൊരു സെൻറ്റൻസ് ആക്കാൻ നോക്കാം. അപ്പോൾ ഹി വാണ്ടഡ് നമുക്കിവിടെ തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ ബഗ എന്താണ്? ടു ബ്രിങ് ദാറ്റ് എന്നതാണ്. ഇപ്പോൾ ബഗ യജീബ് എന്നാണ്. ബഗ യജീബ് എന്ന് പറഞ്ഞാൽ ടു ബ്രിങ്. അപ്പോൾ ഹി വാണ്ടഡ് ടു ബ്രിങ്, നമുക്ക് ഇവിടെ ലക്ക് ചേർത്ത് കൊടുക്കാം. യജീബ് ലക്ക്. ഹി വാണ്ടഡ് ടു ബ്രിങ് ഫോർ യു. എന്താണ് അത് എന്നുള്ളതിനല്ലേ. ഇപ്പോൾ നമുക്കിവിടെ ദാക്ക് എന്ന് പറഞ്ഞാൽ മതി. ദാക്ക് ബഗ യജീബ് ലക്ക് ദാക്ക്. അത് നിനക്ക് വേണ്ടി കൊണ്ടുവരാൻ അവൻ ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ അവൻ ആഗ്രഹിച്ചു എന്ന് പറയാം. ഇത് അങ്ങോട്ടും കൂടി ചേഞ്ച് ആക്കിയും പറയാം. ഓക്കെ, ബഗ യജീബ് ദാക്ക് ലക്ക്, ബഗ യജീബ് ദാക്ക് ലക്ക്, അല്ലെങ്കിൽ ബഗ യജീബ് ലക്ക് ദാക്ക്. രണ്ട് രീതിയിലും പറയാം. അപ്പോൾ എന്താ? ഹി വാണ്ടഡ് ടു ബ്രിങ് ദാറ്റ് ഫോർ യു. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ടു ബ്രിങ് എന്നുള്ളതിന് ഇവിടെ യജീബ് എന്ന് ഉപയോഗിക്കാൻ കാരണം അതിന് തൊട്ട് മുമ്പ് ഹി വാണ്ടഡ് എന്ന് വന്നതുകൊണ്ടാണ്. അതായത് അവനാണ് ആഗ്രഹിച്ചു, അവൻ നിനക്ക് വേണ്ടി ഒരു സാധനം കൊണ്ടുവരാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇനി ഇവിടെ ഐ വാണ്ടഡ് എന്നാണെന്നുണ്ടെങ്കിൽ, ഹീക്ക് പകരം ഐ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ആഗ്രഹിച്ചു എന്ന് എഴുതണ്ടേ. അപ്പോൾ അതിന് ബഗൈത്ത് എന്നാണ് പറയാം. ബഗൈത്ത് യജീബ് എന്നുള്ളത് അജീബ് എന്നാവും. ബഗൈത്ത് അജീബ്, ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു എന്നുള്ളത്. അപ്പോൾ ബഗൈത്ത് അജീബ്. അപ്പോൾ ഇത് ഒരുമിച്ച് പറയുമ്പോൾ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഗൈത്ത് അജീബ് എന്നോ. ഓക്കെ, ഈ ആ എന്നുള്ളത് ഒരു സൈലൻറ്റ് മോഡിലേക്ക് മാറും. പക്ഷേ അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. ബഗൈത്ത് അജീബ് ലക്ക് ദാക്ക്. ഓക്കെ, ഇത് പിന്നെ എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് പറയുന്നൊരു സംഗതി അല്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും. ചിലപ്പോൾ ആർക്കെങ്കിലും നമ്മളൊരു ഹദിയ ആർക്കെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരുമല്ലോ. എന്ത്? ബഗൈത്ത് അജീബ് ലക്ക് ദാക്ക്, ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവരാൻ ആഗ്രഹിച്ചതാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബ്രിങ് ദാറ്റ് ഫോർ യു എന്നത് അറബിയിൽ പറയാം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. ഞാൻ നിൻ്റെ മറുപടിക്ക് അല്ലെങ്കിൽ ഉത്തരത്തിന് വെയിറ്റ് ചെയ്യാണ്, കാത്തു നിൽക്കുകയാണ് എന്നെങ്ങനെ പറയും? ഓക്കെ, ഇതിൽ നമുക്ക് 3 രീതിയിൽ പറയാം. 3 രീതിയിൽ. ഒന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അന മുൻതദിർ.
മുൻതദിർ, ഈ ഒരു വാക്ക് നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവും, കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക ഇൻതിലാർ എന്ന വാക്കാണ്. ഇൻതിലാർ. ഓക്കെ, അന ഇൻതിലാർ എന്നൊക്കെ അറബികൾ പറയണ കേൾക്കാം. പക്ഷേ അവരത് നമ്മളോട് സംസാരിക്കുക മാത്രമാണ് അന ഇൻതിലാർ എന്നൊക്കെ പറയാം. ശരിക്കും അന ഇൻതിലാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അന ഫൈസൽ എന്ന് പറയുന്ന പോലെയാണ്, ഞാൻ ഫൈസലാണ് എന്ന് പറയുന്ന പോലെയാണ് അന ഇൻതിലാർ. ശരിക്കും അന ഫിൽ ഇൻതിലാർ എന്നാണ് പറയേണ്ടത്. പക്ഷെ നമ്മളോട് സംസാരിക്കുമ്പോഴായിരിക്കും അവരെന്ത് ചെയ്യുക അന ഇൻതിലാർ എന്നൊക്കെ പറയാം. അപ്പോൾ അന മുൻതദിർ എന്ന് പറഞ്ഞാൽ ഐ ആം വെയിറ്റിംഗ് എന്നർത്ഥം. അന മുൻതദിർ ലി ജവാബിക്. അന മുൻതദിർ ലി ജവാബിക് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഉത്തരത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇനി അന മറ്റൊന്ന് അന ഫിൻതിലാരി ജവാബിക് എന്ന് പറയാം. അന ഫിൻതിലാരി ജവാബിക്. അന ഫിൻതിലാരി ജവാബിക്. ഇത് ദായാണ് എഴുതിയത്, പക്ഷെ ദായല്ല, അന ഫിൻതിലാരി. ലാ എന്ന് വാക്കണം, ലാ അല്ലെങ്കിൽ വാ എന്ന് പറയാം. ഫിൻതിലാരി ജവാബിക്. അവർ ആ ഒരു പ്രൊണൗൺസിയേഷൻ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അന ഫിൻതിലാരി ജവാബിക്, നിൻ്റെ ഉത്തരത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. അതാണ്, അതും ഇങ്ങനെയും പറയാം ഈ ഒരു മീനിങ്ങിൽ. ഇനി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു വേ. ഓക്കെ, എങ്ങനെയാണ്? അന മുൻതദിർ. അന മുൻതദിർ, ഇവിടെ ഉപയോഗിച്ച അതേ വാക്കിനാണ് അന മുൻതദിർ വുഷ് അഗൂൽ. വുഷ് അഗുൽ. അന മുൻതദിർ വുഷ് അഗുൽ, നീ എന്താണ് പറയുന്നതെന്ന് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അതായത് നീ എന്താ പറയാൻ പോകുന്നത്, എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൻ്റെ അറബി എങ്ങനെയൊക്കെ വേറെ ഏതൊക്കെ രൂപത്തിൽ പറയാമെന്ന് ഞാൻ അറബി സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ആദ്യം അവൻ പറഞ്ഞതാണ് അന മുൻതദിർ വുഷ് അഗുൽ, നീ എന്താ പറയുന്നത്, പിന്നെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നീ പറയാൻ പോകുന്നത് എന്ന് ഞാൻ വെയിറ്റ് ചെയ്യണം എന്ന അർത്ഥത്തിൽ ഇതാണ് പറഞ്ഞത്. പിന്നെ ഇങ്ങനെയും പറയാം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ കൂടുതൽ ഈ രൂപത്തിലായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടികളോടോ മുതിർന്നവരോടൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും അവരോട് ചോദിച്ചിട്ട് എൻ്റെ മറുപടി പ്രതീക്ഷ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ അന മുൻതദിർ വുഷ് അഗുൽ, എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്, ഐ എം ലിസണിങ് എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്ന ആ ഒരു മീനിങ്ങിലേക്ക് ഇത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ എന്ന് അറബിയിൽ പറയാൻ പറ്റുക. അടുത്ത ചോദ്യം ഇതാണ്, ഐ ആം കമ്മിങ് ടു മീറ്റ് യു. ഇതെങ്ങനെയാണ് അറബിയിൽ പറയാമെന്നുള്ളതാണ്. ഐ ആം കമ്മിങ് ടു മീറ്റ് യു, ഞാൻ നിന്നെ അല്ലെങ്കിൽ താങ്കളെ കാണാൻ വരികയാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഉദ്ദേശം. ഞാൻ താങ്കളെ കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ താങ്കളെ കാണാൻ വരികയാണ്. അപ്പോൾ ഇതിന് ശരിക്കും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് ഓൺ ദ വേ എന്ന അർത്ഥത്തിൽ ശരിക്കും എന്താണ്, ജായ് എന്ന വാക്കാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലേ. ജായ് എന്ന് പറഞ്ഞാൽ കമ്മിങ്, ഓൺ ദ വേ എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി, അജി എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതി. ഞാൻ വരികയാണ് എന്നർത്ഥത്തിൽ അജി. അജി അൽഗാഖ്. അജി അൽഗാഖ് എന്നാണ്, അതായത് അൽ ഖാഖ് എന്നാണ്. ഖ എന്ന സൗണ്ടാണ്, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ എന്ന സൗണ്ടാക്കി മാറ്റിയത്. ഓക്കെ, അജി അൽഗാഖ്. അജി അൽഗാഖ്. മറ്റൊരു രൂപം അവൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൽതഗീബക്. അജി അൽതഗീബക്. ഓക്കെ, അൽതഗി അതായത് അൽതഖി എന്നാണ്. ഇൽതഖി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, പിന്നെ ഒരു മുലാഖാത്ത്, നമ്മളൊരു മീറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. അൽതഖി ബക്. ബിക് എന്നാണ് ശരിക്കും ഫുസ്ഹയിൽ വരിക, സംസാരത്തിൽ എന്താണ് ബക് എന്ന് പറയുക. അപ്പോൾ അൽതഗീബക്. അജി അൽതഗീബക്. അജി അൽതഗീബക് അല്ലെങ്കിൽ അജി അൽഗാഖ്. ഈ രണ്ട് രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇത് പറയാവുന്നതാണ്. അപ്പോൾ ആദ്യം അവൻ പറഞ്ഞത് ശരിക്കും ഇതാണ്, അജി അൽതഗീബക് എന്ന്, ഞാൻ നിന്നെ കാണാൻ വരികയാണ് എന്നർത്ഥത്തിൽ. അപ്പോൾ ഈ രണ്ട് രൂപത്തിൽ പറഞ്ഞാലും ഓക്കെയാണ്, പക്ഷേ കൂടുതൽ എനിക്ക് തോന്നുന്നു ബെറ്റർ ഇതായിരിക്കും, അജി അൽതഗീബക് എന്ന് പറയുന്നതായിരിക്കും. എന്തിന്, ഞാൻ നിന്നെ കാണാൻ വരികയാണ്, ഞാൻ താങ്കളെ കാണാൻ വരികയാണ് എന്ന് അറബിയിൽ പറയാം.
അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഐ വിൽ കോൾ യു വെൻ ഐ ഗെറ്റ് ദർ. ഞാൻ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യാം? നിങ്ങളെ വിളിക്കാം. ഓക്കെ, ഞാൻ അവിടെ എത്തുമ്പോൾ നിന്നെ അല്ലെങ്കിൽ താങ്കളെ വിളിക്കാം. ഇതെങ്ങനെയാണ് അറബിയിൽ പറയുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ നമുക്കറിയാവുന്ന വാക്കെന്താണ്? കോൾ എന്നുള്ളതിന്. കോൾ എന്നുള്ളതിന് നമുക്കറിയാം ഇത്തസല എന്ന് പഠിച്ചിട്ടുണ്ട്, അതായത് വിളിച്ചു എന്നർത്ഥത്തിൽ അല്ലേ. ഇത്തസ്വല എന്ന് പറഞ്ഞാൽ വിളിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഐ അറിയാം, അന, യു അറിയാം, ഇൻത്. ഓക്കെ, പിന്നെ ഇനി എന്താണ്? വെൻ എന്നുള്ളത് നമുക്കറിയാം ലമ്മ എന്നർത്ഥത്തിൽ ഉപയോഗിക്കും. ലമ്മ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നർത്ഥത്തിൽ. ഞാൻ ഒരു കാര്യം ചെയ്തപ്പോൾ, വന്നപ്പോൾ എന്നൊക്കെ പറയാം. ഇനി അടുത്തത് ഗെറ്റ് ദേർ എന്നുള്ളതിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇനി വിൽ കോൾ യു എന്നതും നമുക്കറിയാം ശരി എന്താണ്. ഇത്തസല വിളിച്ചു എന്നാണ്. അതിൽ നമുക്ക് ഞാൻ വിളിക്കാം എന്നുള്ളതിന് ബത്തസിൽ എന്നാണ് പറയാം. ബത്തസിൽ. അപ്പോൾ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കിട്ടും റെഫറൻസിന്. അത് കാണുന്നത് നല്ലതാണ്. ഓക്കെ, ബത്തസിൽ. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് ആക്കി നോക്കാം. അപ്പോൾ ഐ വിൽ കോൾ യു വെൻ ഐ ഗെറ്റ് ദർ എന്നാണ്. അപ്പോൾ ഐ വിൽ കോൾ യു എന്നുള്ള നമുക്ക് ആദ്യം പറയാം. ഐ വിൽ കോൾ യു, അതിനെന്ത് പറഞ്ഞാൽ മതി? ബത്തസിൽ. ബത്തസിൽ അലൈക്ക്. ബത്തസിൽ അലൈക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ, ഇനി എന്താണ്? വെൻ ഐ ഗെറ്റ് ദേർ എന്നാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ. അപ്പോൾ നോർമലി നമ്മൾ ആലോചിക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? ഞാൻ അവിടെ എത്തുക എന്നുള്ളതിന് വസ്വല എന്ന വാക്കാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വസ്വല എന്ന് പറഞ്ഞാൽ എത്തി എന്നാണ്. അപ്പം ഞാൻ എത്തുമ്പോൾ എന്നാണ്. അപ്പം ഞാൻ എത്തുക എന്നുള്ളതിന് അസ്വിൽ എന്നൊരു വാക്ക് ഉപയോഗിക്കാം. അസ്വിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എത്തുന്നു എന്നാണ്. അപ്പം ഞാൻ എത്തുമ്പോൾ എന്നാണ്. ഞാൻ എത്തിയാൽ എന്നല്ല, ഞാൻ എത്തുമ്പോൾ എന്നർത്ഥത്തിൽ വരുമ്പോൾ നമ്മൾ പറയുന്നതാണ് ലമ്മ അസ്വിൽ എന്നാണ് നമ്മൾ പറയുക. ലമ്മ അസ്വിൽ. പിന്നെ ഞാൻ എത്തുമ്പോൾ വിളിക്കുക. ഞാൻ അവിടെ എന്നുള്ളതിന് എന്താ നമുക്കറിയാം? ഹിനാക്ക് എന്ന വാക്കാണ്. ഓക്കെ, ഹിനാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എന്നാണ്. ഓക്കെ, അപ്പം ഞാൻ അവിടെ എത്തുമ്പോൾ എന്ന് പറയാൻ ഹിനാക്ക് ഉപയോഗിക്കാം. അപ്പം ലമ്മ അസുൽ ഹിനാക്ക്, ഞാൻ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യാം? നിന്നെ വിളിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അവർ ഉപയോഗിക്കുക ചിലപ്പോൾ അസുൽ എന്ന വാക്കല്ല. അവൻ എനിക്ക് പറഞ്ഞു തന്നെ എന്താണെന്നറിയോ? അസുലിന് പകരം അക്കൂൻ എന്നാണ്. ലമ്മ അക്കൂൻ ഹിനാക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു എത്തിയാൽ എന്നുള്ളതിന് വസ്വല എന്നല്ലേ? നീ ഉദ്ദേശിച്ചത് വെൻ ഐ ഗെറ്റ് ദർ എന്നതല്ലേ? അതിനെന്താണ്? ലമ്മ അക്കൂൻ ഹിനാക്ക് എന്നതാണ് എന്ത് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ബത്തസിൽ അലൈക്ക് ലമ്മ അക്കൂൻ ഹിനാക്ക്. ഇതാണ് എന്ത് ചെയ്യുക? ഐ വിൽ കോൾ യു വെൻ ഐ ഗെറ്റ് ദർ എന്നതിന് അറബിയിൽ പറയാമെന്നുള്ളത്. ഓക്കെ, ബത്തസിൽ അലൈക്ക്. ഇനി ലമ്മ അസുൽ ഹിനാക്ക് എന്ന് പറഞ്ഞത് തെറ്റല്ല, പക്ഷെ അവരൊരു ശൈലി പറയാമെന്നുണ്ടെങ്കിൽ ലമ്മ അക്കൂൻ ഹിനാക്ക് എന്ന് പറയുന്നതാണ് ശരി. ബത്തസിൽ അലൈക്ക് ലമ്മ അക്കൂൻ ഹിനാക്ക്. അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഷോപ്പിൽ കുട്ടികൾ പർച്ചേസ് ചെയ്യാൻ വരും. അപ്പോൾ വരുന്ന സമയത്ത് അവർ ക്യാഷ് ആദ്യം കൗണ്ടറിൻ്റെ അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? സാധനങ്ങൾ എടുക്കാൻ പോവുക. അപ്പോൾ കുട്ടികളോട് പറയണം ക്യാഷ് കയ്യിൽ വെച്ചിട്ട് സാധനങ്ങൾ ആദ്യം നിങ്ങൾ ആവശ്യമുള്ളത് എടുക്കുക, തിരിച്ച് വന്നിട്ട് ക്യാഷ് തന്നാൽ മതി എന്നെങ്ങനെ പറയാമെന്നുള്ളതായിരുന്നു ചോദ്യം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് പിന്നെ ആദ്യം ചിലപ്പോൾ ഉണ്ടാവും ചില ആളുകൾ സാധനങ്ങൾ പെട്ടെന്ന് എടുത്തങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പിന്നെ പൈസ പിന്നെ തരാം എന്നൊക്കെ പറയുന്നൊരു ഏർപ്പാടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് അവരോട് എന്ത് പറയണം? ആദ്യം പൈസ ആദ്യം വന്നിട്ട് തന്നിട്ട് സാധനങ്ങൾ കൊണ്ടുപോയാൽ മതി എന്ന് എങ്ങനെ പറയാമെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഇങ്ങനെ പറഞ്ഞാൽ മതി. പൈസ അടക്കി എന്നുള്ളതിന് ഒന്നില്ലെങ്കിൽ ഇദ്ഫ എന്ന് പറയാം. ഇദ്ഫ അല്ലെങ്കിൽ സദ്ദദ് അല്ലെങ്കിൽ സദ്ദിദ് എന്നൊക്കെ പറയാം. ഇദ്ഫ, സദ്ദദ് അല്ലെങ്കിൽ സദ്ദിദ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ക്യാഷ് ആദ്യം പേ ചെയ്യുക എന്നാണ് ഉദ്ദേശം. പൈസ ആദ്യം അടക്കി ബഅദൈൻ ഷീൽ എന്ന് പറയാം. ബഅദൈൻ എന്നിട്ട് കൊണ്ടുപോയി ബഅദൈൻ ഷീൽ സദ്ദിദ അല്ലെങ്കിൽ ഇദ്ഫ ബഅദൈൻ ഷീൽ
ഓക്കെ, പൈസ അടക്കി എന്നിട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇവിടെ ഒരു അവൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ആദ്യം എന്നുള്ള അർത്ഥത്തിൽ അവൽ. ഇദ്ഫഅ അവൽ ബഅദൻ ഷീൽ, അല്ലെങ്കിൽ സദ്ദദ് അവൽ ബഅദൻ ഷീൽ, അല്ലെങ്കിൽ അവൽ സദ്ദദ്, അല്ലെങ്കിൽ അവൽ ഇദ്ഫഅ ബഅദൻ ഷീൽ. ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ഇനി പൈസ, കുട്ടികൾ ആദ്യം പൈസ കൊടുന്ന് കൗണ്ടറിന് അവിടെ ക്യാഷ് വെക്കുമ്പോൾ അവർ വിളിച്ചിട്ട് അവരോട് എന്ത് പറയാം, ആ കുട്ടികളെ വിളിച്ചിട്ട് എന്ത് പറയാം, ഖല്ലി ഉണ്ടെങ്കിൽ ആ പൈസ എടുത്ത് വെച്ചിട്ട് ഖല്ലി ഇൻദക് എന്ന് പറയാം. ഇത് നിന്റെ കയ്യിൽ വെക്ക്, നിന്റെ അടുത്ത് വെക്ക് എന്ന് പറയാം. ഖല്ലി ഇൻദക് എന്നാണ് പറയുക. ഖല്ലി എന്ന വാക്ക് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കാര്യമില്ല. ഖല്ലി വല്ലി എന്നൊക്കെ നമ്മൾ പറയാറില്ല. ഖല്ലി അങ്ങനെ പോട്ടെ, നിസാരം അല്ലെ, ടേക്ക് ഇറ്റ് ഈസി എന്ന രൂപത്തിലേക്ക് നമ്മൾ പറയാറില്ല. ഖല്ലി വല്ലി. ഓക്കെ, ഇൻദക് എന്ന് പറഞ്ഞാൽ ഓക്കെ, കീപ് ഇറ്റ് വിത്ത് യു എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി വിത്ത് യു, കീപ് ഇറ്റ് വിത്ത് യു എന്നൊക്കെ പറയാനാണ് ഖല്ലി ഇൻദക്. അത് കയ്യിൽ വെച്ചോ, കയ്യിൽ വെക്ക്. എന്നിട്ട് എന്ത് ചെയ്യാം, ഷീൽ, ഒരു സാധനങ്ങൾ എന്നുള്ളതിന് ഷീൽ അൽ അഗ്റാദ് എന്ന് പറയാം. ഷീൽ അൽ അഗ്റാദ് അവൽ. ഷീൽ അൽ അഗ്റാദ് അവൽ. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഈ ബഅദൈൻ നമുക്കിവിടെ ഉപയോഗിക്കാം. ബഅദൈൻ സദ്ദദ്, അല്ലെങ്കിൽ ഇദ്ഫഅ. ഈ വാക്ക് തന്നെ ബഅദൈൻ നേരെ തിരിച്ച് അങ്ങനെ ആലോചിച്ചാൽ മതി. ബഅദൈൻ സദ്ദദ്, അല്ലെങ്കിൽ ബഅദൈൻ ഇദ്ഫഅ, അല്ലെങ്കിൽ ബഅദൈൻ സദ്ദദ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഖല്ലീനി ഇൻദക്. ഇനി ഒന്നിൽ കൂടുതൽ കുട്ടികളുടെ ഖല്ലീനി ഇൻദക്കും, ഈ പൈസ നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ. ഇപ്പോൾ ഇൻദക് എന്നുള്ളതിന് നമുക്ക് ഇൻദക്കും എന്ന് പറഞ്ഞാൽ എന്തായി, പ്ലൂരലായി. ഇൻദക്കും, നിങ്ങളുടെ കയ്യിൽ പൈസ വെച്ചോ. ഖല്ലി ഇൻദക്കും. ഷീൽ അൽ അഗ്റാദ് അവൽ, അല്ലെങ്കിൽ ഷീൽ അഷ്യ എന്ന് പറയാം. ഷീൽ അഷ്യ, ഷീൽ അഷ്യ. അഷ്യ എന്ന് പറഞ്ഞാൽ തിങ്സ് എന്നർത്ഥം, സാധനങ്ങൾ എന്നർത്ഥത്തിൽ. എന്തെങ്കിലും എന്താണ് വസ്തുക്കൾ, അല്ലെങ്കിൽ എന്താണോ ആവശ്യം ആ സാധനങ്ങൾ. അപ്പോൾ ഷീൽ അഷ്യ അവൽ ബഅദൈൻ സദ്ദദ്, അല്ലെങ്കിൽ ബഅദൈൻ ഇദ്ഫഅ. ഈ രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് അവരോട് പറയാവുന്നതാണ്. അപ്പോൾ ഖല്ലി ഇൻദക്കും, ഖല്ലി ഇൻദക്കും, ഈ സാധനം നിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. ഇനി ഫുലൂസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഖല്ലിൽ ഫുലൂസ് എന്ന് പറയാം. ഖല്ലിൽ ഫുലൂസ്. ഓക്കെ, ഇപ്പോൾ ഖല്ലി നമുക്ക് ഒരുമിച്ച് പറയുമ്പോൾ ഖല്ലിൽ ഫുലൂസ് എന്ന രൂപത്തിൽ പറയാവുന്നതാണ്. ഖല്ലിൽ ഫുലൂസ്. ഖല്ലിൽ ഫുലൂസ് ഇൻദക്കും. ഫുലൂസ് ക്യാഷ് എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ. ഷീൽ അഷ്യ അല്ലെങ്കിൽ ഷീൽ അൽ അഗ്റാദ് അവൽ, ആദ്യം സാധനങ്ങൾ എടുക്ക്. ബഅദൈൻ സദ്ദദ് അല്ലെങ്കിൽ ബഅദൈൻ ഇദ്ഫഅ എന്ന് അവരോട് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഗതി അറബിയിൽ നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ ആദ്യം 1-2 ആവർത്തി അത് കാണുക, എന്നിട്ട് വ്യക്തമായി തന്നെ അത് മനസ്സിലാക്കുക. ശേഷം നിങ്ങൾക്ക് വീണ്ടും അതിൽ സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺസ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അത് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പരമാവധി ശ്രമിക്കുന്നതുമാണ്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാമ.